ഗുഡ് മോർണിംഗ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എലോഹിം മിനിസ്ട്രിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ വിശ്വാസികൾക്കും, എല്ലാ ക്രിസ്ത്യാനികൾക്കും, എല്ലാ അക്രൈസ്തവർക്കും, ജാതിമത ഭേദമന്യേ, വർണ്ണം ഭേദമന്യേ വേഗം വരുന്ന നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന പ്രവാചകന്മാരെ കുറിച്ചാണ്. നമ്മളിടയിലുള്ള പ്രവാചകന്മാർ, പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാരെ കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നേരിടുമ്പോൾ നമ്മൾ പലപ്പോഴും സ്വയം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ ദൈവം അഭിഷേകം ചെയ്ത അഭിഷിക്തന്മാരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഭൂമിയിലുണ്ട്. നിന്റെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പ്രവാചകന് കഴിയും, അപ്പോസ്തലന് കഴിയും. ഹല്ലേലൂയ. അഭിഷിക്തന് കഴിയും. ഹല്ലേലൂയ. രോഗങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു കൈ വെച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമാകും. ഹല്ലേലൂയ. ഞാൻ പറയാൻ പോകുന്നത് ഇസ്രയേലിൽ ഫെലിസ്ത്യ സൈന്യങ്ങൾ ഫെലിസ്ത്യരുടെ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം അവർക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല. യുദ്ധം ഒഴിഞ്ഞിട്ട് അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല. അവരാകെ പാനിക്കാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ കയറി വരുന്നുണ്ട്. ഒരു പ്രശ്നം മാറുമ്പോൾ വേറൊരു പ്രശ്നം കയറി വരും. ഒരു കഷ്ടം മാറുമ്പോൾ വേറൊരു കഷ്ടം കയറി വരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കത്തില്ല. പണമുള്ളവനും പണമില്ലാത്തവനും, ദരിദ്രനും ധനികനും, ഇവർക്കൊന്നും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ആരല്ലേ? കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള പലർക്കും, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത പോലും പലരുടെയും വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരല്ലേ? ഉറക്കമില്ലാത്ത ദിവസങ്ങൾ, ഉറക്കമേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഡിസോർഡറാണ്. കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട്, പക്ഷെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പുതിയ തരം രോഗങ്ങൾ അവരെ പിടിച്ചിരിക്കുന്നു. അവരെ തന്നെ നിയന്ത്രിക്കാൻ മേലാത്ത, ഡോക്ടർമാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രോഗങ്ങൾ കടന്നുകൂടുന്നു. നീ സർവ ലോകവും നേടിയാൽ നിന്റെ ആത്മാവെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഇന്ന് രാത്രിയിൽ നിന്നെ ഞാൻ ചോദിച്ചാൽ നീ പകരമായിട്ട് എന്ത് തരും? അത് ദൈവത്തിനില്ലാത്തവരോട് ചോദിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ദൈവമായിട്ട് എപ്പോഴും കൂടെ, ഹാനോക്കിൻ്റെ കൂടെ നടക്കുന്നത് പോലെ ദൈവം നടക്കുന്നു. ദൈവത്തോടു കൂടെ നടക്കുന്ന പോലെ, അബ്രഹാമിനോടുകൂടെ നടന്നതുപോലെ നമ്മൾ നടക്കും. നമ്മളൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ പോരാട്ടങ്ങൾ, നമ്മുടെ പോരുകൾ ഈ ലോകത്തോട്, ശത്രുവായ പിശാചിനോടുമാണ്. അവനോട് നമ്മൾ പോരാടിച്ചുകൊണ്ടിരിക്കുക. the name of Jesus. Hallelujah.
ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ലോകത്തെ ജയിച്ചവരുണ്ട് നമ്മുടെ കൂടെ. ഇതുകൊണ്ട് നമുക്ക് ദൈവിക ഭക്തന്മാർക്കും വിശക്തന്മാർക്കും ദൈവവിശ്വാസികൾക്കും നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇനിയും ഭൂമി വിട്ടുപോയ പോകുമ്പോൾ ആ നിത്യതയിൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, സന്തോഷം. ആ പ്രത്യാശയെ നമ്മൾ ഓർക്കുമ്പോൾ ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല, ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ ഒന്നുമില്ല. ഹല്ലേലൂയ. ഇതുപോലെ ഇസ്രായേലിന് ആഞ്ഞടിച്ചുന്ന പ്രശ്നങ്ങളാണ്. അവരെ ദൈവം വിട്ടുമാറുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ എന്നും ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഫെലിസ്ത്യ സൈന്യത്തെ. ഒരു കാലത്തും അവർക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരുവാൻ സമയം കിട്ടുന്നില്ല. അവരെ ആക്രമിച്ചുകൊണ്ട് പോകുന്നു. അവരെ കുഞ്ഞുകുട്ടികളെല്ലാം ആക്രമിക്കുന്നു, സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, യൗവനക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അവരുടെയൊക്കെ മധ്യത്തിൽ നിന്ന് ഒരുവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ അക്രമം ഉണ്ടാകാൻ തന്നെ കാരണം ഞാനിപ്പോൾ ഒരൊറ്റ വചനം വായിക്കുമ്പോൾ ആര് മൂലമാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? കർത്താവായ യഹോവയെ വിട്ടു പിരിഞ്ഞത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു വാക്യം വായിക്കുകയാണ്. ഹല്ലേലൂയ. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 8 മുതൽ താഴോട്ടുള്ള വചനം വായിക്കാം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവ്വ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേൽ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്ഖായിന്റെ താഴ്വരെ അവരെ സംഗ്രഹിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും സേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബെനെസർ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഇവരെ ആക്രമിക്കാനുണ്ട കാരണം എന്താണ്? യഹോവ അവരെ വിട്ടു പിരിഞ്ഞു. ദൈവം യഹോവയെ വിട്ടു പിരിഞ്ഞു. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് മുഴുവനും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ വീട്ടിൽ പലപ്പോഴും നിങ്ങളുടെ ദുഃഖമോ ദുരിതമോ നിങ്ങളുടെ കഷ്ടതയൊന്നും മാറാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുനഃപരിശോധിക്കണം. നമ്മൾ പലപ്പോഴും ഷാജിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം അടിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് പള്ളി സാക്ഷി പറയുമ്പോൾ, പാസ്റ്ററോട് സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മളിതാ പറയുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സും മൈൻഡും ഒക്കെ നമ്മൾ ഒളിച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ പ്രിയ സഹോദരി, പ്രിയ സഹോദര, കുഞ്ഞുകുട്ടികളെ, നീ കർത്താവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ കർത്താവുമായിട്ട് നീ എങ്ങനെ പോകുന്നത്? നിനക്ക് മനുഷ്യനെ മറച്ചു വെക്കാം, മറ്റുള്ളവരെ നിനക്ക് മറച്ചു വെക്കാം. പക്ഷെങ്കിൽ
നിന്റെ അന്തരങ്ങളെ അറിയുന്നവൻ, നിന്റെ രഹസ്യ പാവങ്ങളെയും പരസ്യ പാവങ്ങളെയും അറിയുന്നവൻ നിന്റെ കൂടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കൊരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. ആ ദൈവത്തോട് നീ പാപം ചെയ്യുമ്പോൾ ദൈവം നിന്നെ ദണ്ഡിപ്പിക്കും, ദൈവം നിന്നെ ആക്രമിക്കും, ദൈവം നിന്നെ വിട്ടുപിരിയും. ഇതാണ് ഇസ്രായേലിന് ഇപ്പോൾ സംഭവിച്ചത്. ഇവർക്കറിയാൻ മേലാത്ത കാര്യം ഒരു പ്രവാചകൻ അറിയാൻ പറ്റും. അവന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അഗ്നി അഭിഷേകം, അവന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അഭിഷേകം, അവൻ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവം അവനോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇത് അറിഞ്ഞിട്ടാണ് ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിർത്തരുതേ. ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി ഇപ്പം ഇത് യഹോവയായ ദൈവമാണ് ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുന്നത്. ഈ ആക്രമമൊക്കെ ഉണ്ടാകുന്നത് ദൈവത്തെ വിട്ടുപിരിഞ്ഞതിന്റെ പ്രവർത്തനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനായ ശമൂവേലിന്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. ഇതെന്നു മുതലാണ് ശരിക്കും പറഞ്ഞ ഈ ഫെലിസ്ത്യന്മാർ ഇതുപോലെ കടന്നുകയറ്റം ഉണ്ടായത്? ഹല്ലേലൂയ. എന്നു മുതലാണ് ദൈവം ഇസ്രായേലിനെ വിട്ടു പിരിയാൻ കാരണം? ഹല്ലേലൂയ. ഇടിവിൽ നിൽക്കുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു, ഏലി പുരോഹിതൻ. ഹല്ലേലൂയ. രാമയിലെ ഏലി പുരോഹിതൻ. അവൻ, ആ പുരോഹിതൻ, പ്രവാചകൻ, ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാഗമൃഗങ്ങളെ, യാഗത്തിന് കൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ ഇറച്ചികൾ തൻ്റെ മക്കൾ ഫിനെഹാസ് ഒഫ്നിയും മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് ദൈവത്തിന് സൗരഭ്യവാസനയായി തീരേണ്ട ആ മാംസങ്ങൾ ഇവന്മാർ കഴിച്ച് മ്ലേച്ഛതയിലേക്ക് കടന്നുപോയി. തൻ്റെ സ്വന്തം മക്കളെ ഏലി പുരോഹിതന് നിർത്തുവാൻ സാധിച്ചില്ല. അവർക്ക് പഥ്യോപദേശം കൊടുക്കുവാൻ ചെറുപ്പം മുതലേ സാധിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് പല ആൾക്കാരും തൻ്റെ മക്കളെ അവർ പോകുന്ന വഴിയെ പൊക്കോട്ടെ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ബാലൻ തൻ്റെ നടക്കേണ്ട വഴിയെ നടന്നാൽ വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. അവൻ്റെ നടപ്പിനെ ക്രമീകരിപ്പിക്കണം. വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. നമ്മൾ മക്കളെയൊക്കെ വളർത്തുമ്പോൾ അവർക്ക് തോന്നുന്ന വഴി പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബം മുഴുവനും തീർന്നു പോകും. ദൈവം നിന്നെ ശപിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രസംഗിച്ചു, ഏലിയാവിൻ്റെ അഭിഷേകത്തെ അയക്കണം. അപ്പൻ മക്കളോടും മക്കൾ അപ്പനോടും നിരക്കായതിരുന്നാൽ. ഈ ഏലി പുരോഹിതന്റെ ഭവനത്തിൽ ഇതാ സംഭവിച്ചത്. അവരോട് സംസാരിക്കാൻ ഏലി പുരോഹിതന് കഴിഞ്ഞില്ല, അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഫെലിസ്ത്യർ പിടിക്കപ്പെട്ടു, പെട്ടകം പിടിക്കപ്പെട്ടു, ഒഫ്നിയും ഫിനെഹാസും പടയപ്പെട്ടുപോയി. ഏലി പുരോഹിതൻ കഴുത്തൊടിച്ചു മരിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേലിൽ നീങ്ങിപ്പോയി. പെട്ടകത്തിൽ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ പെട്ടകത്തിന്റെ മേലിൽ മേഘം പോലെ നിൽക്കുന്ന ശക്തനാണ് ദൈവത്തിൻ്റെ ഗ്ലോറി. ആ ഇസ്രായേലിൽ അവൻ്റെ ഭവനത്തിൽ നിന്നല്ല പോയത്, ഇസ്രായേലിനേ പോയി. അന്നൊരു ബാലകനായ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി അവിടെ വളർന്നു വരുന്നുണ്ടായിരുന്നു. അതാണ് ശമൂവേൽ പ്രവാചകൻ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായ,
അവനോട് മാത്രം സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ ഇസ്രായേലിൻ്റെ പ്രവാചകനായി തീർന്നു. ഇസ്രായേലിനെ നയിക്കേണ്ടവനായി തീർന്നു. ഹല്ലേലൂയ. അന്ന് വരെ അവിടെ രാജാക്കന്മാരുണ്ടായിട്ടില്ല, ന്യായാധിപന്മാരുണ്ടായിട്ടില്ല. ഒന്ന് പ്രവാചകനാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശമൂവേൽ പ്രവാചകന്റെ കാലത്തും ആണ് ഏലി പുരോഹിതൻ പെട്ടകം പിടിക്കപ്പെട്ടു പോയി ദാവീദിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചത്. ഹല്ലേലൂയ. അന്ന് മുതൽ ഇവർക്ക് പെലിസ്ത്യരുടെ ആക്രമണം ഉണ്ടാകുന്നു. ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പ്രവാചകനാണ് ശമൂവേൽ. ശമൂവേലിനോടെ അവിടെ ആ ദേശത്ത് സംസാരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഒരു ഇസ്രായേൽ മക്കളെല്ലാം ഓടി വന്നവരോട് പറയുക, ദൈവത്തിനോട് നീ സംസാരിക്കണം, ഞങ്ങളോട് ഇങ്ങനെ ഒന്നുകൂടെ വായിക്കാം. ഹല്ലേലൂയ. ാമത് ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടതിന് ഞങ്ങളെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം അവരെ കൈവിട്ടുപോയി. ദൈവം മാറിയപ്പോൾ ശത്രു നുഴഞ്ഞു കയറി. ഹല്ലേലൂയ. പ്രിയജനമേ, നിന്റെ ഭവനത്തിൽ നിന്ന് കർത്താവ് എന്നും മാറുന്നു, അന്ന് നിന്റെ വീട്ടിൽ ശത്രു കടന്നു കയറും. നീ വലിയ ഉപവാസ പ്രാർത്ഥനയൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നീ തിരിച്ചു വരണം. നീ 3 ദിവസമൊക്കെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ശത്രു നിന്റെ വീട്ടിൽ നിന്ന് പോകത്തില്ല. പക്ഷെ നിനക്ക് അറിയണ്ട, നീ ആരെയാണോ മറന്നത്, ആ മറന്നവന്റെ അടുത്തോട്ട് കടന്നു വന്നാൽ ദൈവം നിന്നെ വിടുവിക്കും. ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ ഫെലിസ്ത്യന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം ഒരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. കീസിന്റെ മകനായ സൗലിനെ, അവൻ ആ നാട്ടിൽ ഏറ്റവും വലിയ കോമളരൂപിയും ഏറ്റവും ഉയരമുള്ള പൊക്കമുള്ളവനുമായിരുന്നു. ഹല്ലേലൂയ. ആ നാട്ടിൽ ഏറ്റവും വലിയ ധനികനായിരുന്നു കീസ്. ശമൂവേലിനോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അവര് നിലവിളിക്കുന്നു, അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കണം. നീ തൈലക്കൊമ്പ് എടുത്തുകൊണ്ട് നീ പൊക്കൂ, ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ കീസിന്റെ മകനായ ശൗലിനെ ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ അവനെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഈ ശൗല് രാവിലെ പോയതാ തൻ്റെ ഭൃത്യനുമായിട്ട്. അപ്പൻ്റെ കഴുത കാണാതെ പോയി. ഹല്ലേലൂയ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരാണ്, നമ്മുടെ അപ്പന്മാരും ഒക്കെ മക്കള് ഇതുപോലെ ഇടപെടണം. അപ്പന് വേണ്ടി എന്തൊക്കെ സഹായിക്കണം, അപ്പന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്താൽ ദൈവം അവരെ അനുഗ്രഹിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ അപ്പൻ്റെ കഴുത കാണാതെ പോയി. രാവിലെ വൃദ്ധനുമായിട്ട് ദൂരം വഴിയുള്ള ആഹാരമൊക്കെ ആയിട്ട് അവർ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പം കഴുതയെ കിട്ടിയില്ല. ശൗല് വൃദ്ധനോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം. ഇനി നമ്മൾ മുമ്പോട്ട് പോയാൽ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള കാര്യം മറന്നുപോയിട്ട് എന്നെക്കുറിച്ചുള്ള വിഷാദമായിരിക്കും. അവിടെ പോകാം. അങ്ങനെ അവർ നടന്നു വരുമ്പോൾ
ശമൂവേൽ അവരുടെ എതിരെ വരിക. ഹല്ലേലൂയ. ശൗലിനെ കണ്ടപ്പോ, ശൗലേ നിൽക്ക്, കൃത്യന അവിടെ നിൽക്കട്ടെ, നീ എൻ്റെ കൂടെ വാ. ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ ചിലതൊക്കെ കളയേണ്ടി വരും. ഹല്ലേലൂയ. ചിലതൊക്കെ കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ മേൽ ഇറങ്ങി വരത്തുള്ളൂ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരത്തുള്ളൂ. നമ്മുടെ പാപങ്ങൾ രഹസ്യ പാപവും പരസ്യ പാപം, പിന്നെ ഒരു പാപം കൂടെ ഉണ്ട്, നിന്റെ മുറുകി പറ്റുന്ന പാപം. ഹല്ലേലൂയ. അതെന്താട്ടെ, ചിലപ്പോൾ എനിക്ക് വരെ ഉണ്ട്, മുറുകി പറ്റുന്ന പാപങ്ങളൊക്കെ ഉണ്ട്. അത് നീ അറിഞ്ഞിട്ട് നീ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ഇനിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിയന്ത്രിക്കാൻ വയ്യാത്ത ദേഷ്യങ്ങൾ, നിയന്ത്രിക്കാൻ വയ്യാത്ത ഒക്കെ കുറച്ച് ഒത്തിരി ഉണ്ട്. അതൊക്കെ ദൈവത്തോട് അങ്ങോട്ട് സംസാരിച്ചു കഴിയുമ്പോൾ, അതൊക്കെ വിടുമ്പം, ഹല്ലേലൂയ, അതൊക്കെ അങ്ങോട്ട് വിടട്ടെ, വിടുമ്പം നിന്റെ മേല് ഒരു അഭിഷേകം വീഴും. ഹല്ലേലൂയ. നിന്റെ മേലൊരു രാജകീയ അഭിഷേകം വീഴും, രാജ്ഞിയുടെ അഭിഷേകം നിന്റെ മേൽ വീഴും. ഹല്ലേലൂയ. സൗല് തൻ്റെ ഭൃത്യനെ മാറ്റി നിർത്തി ഇന്നലെ വരെയുള്ള എല്ലാ കാര്യത്തെയും ഇന്ന് രാവിലെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് കർത്താവിന് വേണ്ടി ഒന്ന് കൊടുത്തേ, നിന്റെ ഹൃദയം ഒന്ന് കൊടുത്തേ. നിന്റെ ഹൃദയം കൊടുത്തോ. ഹല്ലേലൂയ. നിന്നെ ദൈവം അഭിഷേകം ചെയ്യും, നീ ആള് മാറിയവനെ പോലെയാവും. ഹല്ലേലൂയ. ശൗലിനെ അവൻ അഭിഷേകം ചെയ്തു. എന്നോട് പറഞ്ഞു, നീ അവന് അഭിഷേകം ചെയ്തെന്നുള്ളതിൻ്റെ എന്താണ് തെളിവ്? നീ അഭിഷിക്തനാണെന്നുള്ളതിൻ്റെ എന്താ തെളിവ്? ഹല്ലേലൂയ. വൃക്ഷത്തെ എൻ്റെ ഫലം നോക്കിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മാവേല് തേങ്ങ കാഴ്ച ശരിയാകത്തില്ല, മാങ്ങായും കാഴ്ച ശരിയാകത്തില്ല. തെങ്ങിൽ തേങ്ങ തന്നെ കായ്ക്കണം, മാവിൽ മാങ്ങ തന്നെ കായ്ക്കണം. അതാണ് ഇവനെ കണ്ടു കഴിഞ്ഞുള്ള അഭിഷേകം വീണവൻ്റെ ഒരു കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ശൗലിനോട് പറഞ്ഞു, നിനക്കിത് മനസ്സിലാക്കാൻ പറ്റും, നീ പോകുമ്പോൾ രണ്ടുപേര് നിനക്കെതിരായിട്ട് വരും. 1, 2, നിന്റെ വല്യമ്മച്ചി റാഹേലിൻ്റെ കല്ലറ നീ കാണും. ഇതെല്ലാം കണ്ട് മുമ്പോട്ട് പോവുക, അഭിഷേകം വീണവൻ മുമ്പോട്ട് പോവുക. ഇത് കഴിയുമ്പോൾ നീ പ്രവാചകഗിരിയിൽ നീ എത്തും. അവിടെ പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഇത് രണ്ടും കഴിഞ്ഞ് പ്രവാചകഗിരിയിലെത്തിയപ്പോൾ ശൗല് പ്രവാചകന്മാരുടെ കൂടെ നിന്നു. ഹല്ലേലൂയ. പ്രവാചകന്മാരുടെ അത് വലിയൊരു കാര്യമാണ്. നിനക്ക് പ്രവചന ശുശ്രൂഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രവാചക ശുശ്രൂഷ, നീ പ്രൊഫറ്റാണെങ്കിൽ, ഹല്ലേലൂയ, നീ അതിനുവേണ്ടി മാത്രം ഓടും. ഹല്ലേലൂയ. ഈ ശൗൽ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ, ഹല്ലേലൂയ, രാജകീയ അഭിഷേകം എൻ്റെ കൂട്ടുകെട്ട്. രാജകീയ അഭിഷേകം എന്ന് പറയുമ്പോൾ പ്രവാചകനും കൂടെ, ദാവീദ് പ്രവാചകനുമായിരുന്നു, എന്നാൽ രാജാവുമായിരുന്നു, പുരോഹിതനുമായിരുന്നു അവൻ. ഈ പ്രവാചകഗിരിയിൽ ചെന്നപ്പോൾ പ്രവാചകന്മാരുടെ കൂടെ നിന്നപ്പോൾ അവന്റെ മേൽ ആഞ്ഞടിക്കുന്ന ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ പുറപ്പെട്ടു വന്നു. ഹല്ലേലൂയ. പത്രം അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവനും അവരുടെ കൂടെ പ്രവചിച്ചു. ഹല്ലേലൂയ. ഇസ്രായേൽ വിളിച്ചു പറയുന്നു, ശൗലും പ്രവാചക ഗണത്തിലോ. ഹല്ലേലൂയ. 3 ദിവസം അവരുടെ കൂടെ നിന്ന്
അവരുടെ സാമാനങ്ങൾക്കിടയിൽ കിടന്ന് പ്രവചിച്ചു കൊണ്ടിരുന്നു എന്നാ പറഞ്ഞു. വസ്ത്രം പോലും പോയി. ഹല്ലേലൂയ. ആ ശൗൽ, ഹല്ലേലൂയ, അവനധികം സ്വന്തമായിട്ട് രാജാവാകണമെന്നൊന്നും അവൻ വിളിച്ചു പറഞ്ഞില്ല. അവരുടെ നാട്ടുകാർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ വിളിച്ചു പറഞ്ഞു, ഇവനാ ഞങ്ങളുടെ രാജാവ്. ഹല്ലേലൂയ. അവന്റെ അഭിഷേകം കണ്ടപ്പോ, അവന്റെ ശക്തി കണ്ടപ്പോ, ഹല്ലേലൂയ, ആ രാജാവിനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അഭിഷേകം വീണവൻ രാജാവായി. പക്ഷെ അധികം നാളൊന്നും കൊണ്ടു നടക്കാൻ പറ്റിയില്ല. രാജാവായിട്ട് 30 വർഷമൊക്കെ വാണു. ഹല്ലേലൂയ. എങ്കിൽ പോലും അവനിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പോയി. എത്ര പ്രവാചകന്മാരാണെങ്കിലും, എത്ര ദൈവ അഭിഷിക്തന്മാരാണെങ്കിലും, ദൈവ വഴി വിട്ട് ഇടവും വലവും പോയെങ്കിൽ, ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ നീ പോയെങ്കിൽ, നിന്റെ ഉള്ളിൽ നിന്ന് നിന്നിൽ നിന്ന് അഭിഷേകത്തെ തിരിച്ചെടുക്കുന്നവനാ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരം ഇശായിയുടെ ഭവനത്തിൽ നിന്ന് ആർക്കും വേണ്ടാത്തവൻ, തള്ളപ്പെട്ട് കിടന്നവൻ, കാട്ടിക്കിടക്കുന്നവൻ. ഹല്ലേലൂയ. ഇശായിയുടെ 7 മക്കളുണ്ട്, ഭയങ്കര പടത്തലവന്മാരൊക്കെയാ. പക്ഷെ അവരെ ഒന്നും തൈലക്കമ്പ് വിറച്ചില്ല, തൈലക്കമ്പ് കുലുങ്ങിയില്ല ശമൂവേലിന്റെ കയ്യിൽ നിന്ന്. ഇനിയുമുണ്ടോ ആരെങ്കിലും? രക്തം കാട്ടിലുണ്ട്. ഹല്ലേലൂയ. ശൗല് അപ്പന്റെ ഈ രണ്ടുപേരും ഒരേ കാറ്റഗറിപ്പെട്ട ആൾക്കാരാ കേട്ടോ. അപ്പന്റെ കഴുത പോയെന്ന് പറഞ്ഞ് അന്നപ്പോഴാ പോയി, തിരക്കാൻ പോയി എന്ന് വെച്ചാൽ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് ദാവീദാണെങ്കിൽ അപ്പന്റെ ആടുകളെ മേയ്ക്കുക പോയി. അപ്പൻ കൊടുത്ത് അതുപോലെ അവന് സേവിക്കുക. ഹല്ലേലൂയ. അവനെ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്തു. വലിയൊരു പ്രവാചകനും രാജകീയ അഭിഷേകം കൂടെ അവന്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഒത്തിരി പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഹല്ലേലൂയ. നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സഹോദര സഹോദരി, നിനക്ക് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ കുന്നുകൂടുന്ന ഈശാന മൂല കാറ്റുപോലെ നിന്റെ മേൽ അടിക്കും. ഹല്ലേലൂയ. പക്ഷെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വാഗ്ദത്തപ്പെട്ട സഹോദരി സഹോദര, ഹല്ലേലൂയ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉദയം നിന്റെ മുമ്പിൽ ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകം കടപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ ദൈവം മാനിച്ചിരിക്കും. നിന്റെ ഇന്നത്തെ കഷ്ടവും ഇന്നത്തെ ബുദ്ധിമുട്ടും ഇന്നത്തെ പ്രയാസങ്ങളും എന്നും നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ആ ദാവീദ് വന്നു, ഫെലിസ്ത്യനെ ഉദിക്കാൻ തുടങ്ങി, ഫെലിസ്ത്യനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നിന്റെ നീറുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ, നിനക്ക് ശത്രുക്കൾ നിറക്കുന്ന മുമ്പിൽ, നിന്നെ കൊല്ലാൻ തുടങ്ങുന്നവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, ദൈവം പലരെ നിന്നെ അയച്ച്, ഹല്ലേലൂയ, നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ദൈവം നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വരണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നീ കാത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് നിന്റെ ഹൃദയം ഒന്ന് കൊടുത്തേ. ഹല്ലേലൂയ. ദൈവത്തെ നീ ഏറ്റുപറഞ്ഞില്ലേ? നീ സ്നാനപ്പെട്ടില്ലേ? ഹല്ലേലൂയ. ഞാൻ അഭിഷേകം പ്രാപിക്കാത്തവരോട് പറയുക, അഭിഷേകം നിന്റെ ഉള്ളിൽ വരണം. നീ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കല്യാണവും കഴിക്കാം, ശവവും അടക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ നീ എടുക്കപ്പെടണമെങ്കിൽ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദമുണ്ടാകും. അത് നിന്നോടല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിനോടാ പറയുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ അണ്ടറിലുള്ളവരെ മാത്രമേ ഇവിടുന്ന് പുറപ്പെട്ടു പോർത്തുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ ഒന്നും സാരമില്ലെന്നേ. ഹല്ലേലൂയ. ആ ലോകത്തെ ജയിച്ചവനാ നമ്മുടെ കൂടെ ഉള്ളത്. ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ദാവീദ് കടന്നു വന്നപ്പോൾ ഫെലിസ്ത്യനെ അവന് ഒതുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ.
ദൈവത്തിന്റെ പെട്ടകമുണ്ട് അവിടെ കൊണ്ടുവെക്കുമ്പോ ഹല്ലേലൂയ, ആ പെട്ടകത്തിൽ നിന്നുള്ള ധ്വനിക്കുന്ന കാഹള ധ്വനി കേൾക്കുമ്പോൾ അവർ തമ്മിൽ വെട്ടി മരിച്ചുപോയി. ഹല്ലേലൂയ. ദൈവം കൂടെയുള്ളവൻ ഇറങ്ങി തിരിച്ചപ്പോ ഹല്ലേലൂയ, ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ആ ശത്രുവിനെ തോൽപ്പിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തൻ, അഭിഷേകം ഹല്ലേലൂയ, ഹല്ലേലൂയ അവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിനെ സമാധാനം കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആ സമാധാനം നിങ്ങളിലും വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ.